നമ്മളിന്ന് വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 10 കിലോമീറ്റർ മാറിയിട്ട് പള്ളിക്കരയിലാണ്. നല്ലൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിലാണ്. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വില്ല പ്രോജക്റ്റ് വന്നിട്ടുള്ളത്. മാത്രമല്ല 5 സെൻറ്റ് ഭൂമിയിൽ 2467 സ്ക്വയർ ഫീറ്റിൻ്റെ 5 BHK ആണ്. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നല്ല ഭംഗിയുള്ളൊരു എലിവേഷനോട് കൂടിയാണ് വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ടെക്സ്റ്റർ വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ റോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 5 മീറ്റർ വൈഡ് റോഡാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ഇതിന് ഡ്രൈനേജ് സിസ്റ്റമൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റർ വർക്ക് വരുന്നുണ്ട്. മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതും സോളാർ ലൈറ്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. 2 പില്ലറിലും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്ലൈഡ് ചെയ്യുന്ന ഗേറ്റും ഫോൾഡ് ചെയ്യുന്ന ഗേറ്റുമാണ് വന്നുള്ളത്. വിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയായിട്ട് വലിയൊരു വണ്ടി ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കടപ്പാക്കല്ലാണ് കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് ഈസ്റ്റിലേക്കാണ്, മുഖം വരുന്നത് നോർത്തിലേക്കാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നല്ല വെല്ലും വരുന്നുണ്ട്. വലിയ കിണറാണ് വന്നുള്ളത്. മാത്രമല്ല നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. നാച്ചുറൽ വാട്ടർ, നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. അതുമാത്രമല്ല KW വാട്ടർ കണക്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റ് സൈഡിൽ നല്ലൊരു വർക്ക് ഏരിയ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ടാപ്പ് പോയിൻറ്റ് വരുന്നുണ്ട്. അവിടെയായിട്ട് പവർ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വെസ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ഇവിടെയും വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 പ്ലാന്റ്സ് കൊടുക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പം ചെറിയ ചെറിയ വർക്കുകളൊക്കെ പെൻഡിങ് ഉണ്ട്. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് സൈഡിൽ നടക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. സെറ്റ് ബാക്ക് കറക്റ്റ് ചെയ്തിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റൗട്ട് വരുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. നേരെ അകത്തേക്ക് കയറുകയാണ്. കയറി വരുന്ന എൻട്രൻസിന് മേലെയായിട്ട് നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടീക്ക് വുഡിലാണ് പ്രധാന ഡോറ് ചെയ്തിട്ടുള്ളത്. 2 പീസ് ഡോറാണ്. നേരെ അകത്തേക്ക് കയറാം. വലിയൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. വലിയൊരു സോഫ സെറ്റ് ഇടാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ജനലുകളെല്ലാം നല്ലൊരു പാറ്റേണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്, ഇത് നോർത്ത് സൈഡാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ഫാൾ സീലിംഗ് വർക്കൊക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു മച്ചിൻ്റെ രീതിയിലാണ് അതിൻ്റെ ഫാൾ സീലിംഗ് കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ടി യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വുഡിൻ്റെ ടെക്സ്ചറിലുള്ള ഒരു PVC ലാമിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് ടി യൂണിറ്റും കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം. ഈ ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസിന് മേലെയായിട്ട് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. മാത്രമല്ല ഫാൾ സീലിംഗ് വർക്കൊക്കെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചനാണ് വന്നുള്ളത്. ഓപ്പൺ കിച്ചൻ്റെ കൗണ്ടറൊക്കെ നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കൗണ്ടറും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി വാഷ് ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫാൻസി ടൈപ്പിലുള്ള വാഷ് സ്പേസിനാണ് വന്നുള്ളത്. പില്ലർ കോക്കും അങ്ങനെ തന്നെ. ഇവിടെയായിട്ട് മിറർ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വുഡിൻ്റെ ടെക്സ്റ്റ് വരുന്നുണ്ട്. അതുപോലെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടവൽ റാഡൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ നമുക്കിവിടെ കിട്ടി. ഇനി സ്റ്റെയറിനടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസാണ്. ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗമാണ്. റിലീജിയൻസായിട്ട് ബന്ധപ്പെട്ട എന്ത് സംഭവം നമുക്കിവിടെ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇത് കിഴക്ക് വശമാണ്, ഇത് നോർത്ത് സൈഡാണ്. അപ്പം വിളക്ക് വയ്ക്കാനോ രൂപക്കൂട് വയ്ക്കാനായിട്ട് പറ്റിയ ഏരിയയും കൂടിയാണ്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചനാണ്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ എടുത്ത് പറയേണ്ടതാണ്. മാറ്റ് ടൈലാണ് വന്നുള്ളത്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. L ഷേപ്പിൽ ഗ്രാനൈറ്റ് വെച്ചിരിക്കുകയാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേൺ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് നമുക്ക് ഓവൻ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അകത്ത് പവർ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അപ്പം
നല്ലൊരു കബോർഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് സിങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള സിങ്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസ്റ്റിലേക്ക് പാചകം ചെയ്യാവുന്നതിന് വേണ്ടിയിട്ട് ഫുഡും കൂക്കും അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് വന്നിരിക്കുന്നത് 2 പാളി ജനലാണ്. ഇവിടെ വന്നിരിക്കുന്നത് 3 പാളിയാണ്. അതായത് ഇത് പോർച്ചിലേക്ക് ഇറങ്ങുന്ന ഭാവം കൂടിയാണ്. അപ്പം അവിടെ നിന്നുള്ളൊരു വ്യൂ കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ വർക്ക് ഏരിയയിലേക്ക് പോകാം. നല്ല വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഡോറിൻ്റെ ഹാൻഡിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ലോക്ക് വെക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിലാണ്. വർക്ക് പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല. ഇനി ഇവിടെ പോളികാർബൺ ഷീറ്റിൻ്റെ വർക്കും കൂടി വരാനുണ്ട്. 2 സൈഡ് ലോക്ക് ചെയ്യാനുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് വരുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അലക്കുകല്ലും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള വാട്ടർ പോയിൻറ്റ്, പവർ പോയിൻറ്റ്, വേസ്റ്റ് ലൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാം. അലക്കാനാണെങ്കിൽ ഇവിടെ അലക്ക് കല്ല് വരെ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മൾ നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിന് മേളായിട്ടൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല പിക്ചറൊക്കെ നമുക്ക് ഇവിടെ തൂക്കാവുന്നതാണ്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 14 അടി നീളം, 12 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. അപ്പം ഇത് സൗത്ത് സൈഡാണ്, ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് പൊസിഷൻ വരുന്നത് സൗത്ത് സൈഡിലാണ്. അപ്പോൾ അങ്ങനെയാണ് കറക്റ്റ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ടി യൂണിറ്റ് വെക്കാനുള്ള സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് TV വെക്കാവുന്നതാണ്. അതിൻ്റെ പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെഡ്റൂമിൽ നിന്ന് തന്നെ നമുക്ക് TV കാണാവുന്നതാണ്. ഇനി വാർഡ്രോബ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല 3 പാളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഒരു മിററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് വാർഡ്രോബ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ വാഷ് ബേസിനാണ്. ഇനി ഒരു മിറർ മാത്രമേ വരാനുള്ളൂ. ഇവിടെയായിട്ടാണ് ക്ലോസറ്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഇവിടെയായിട്ട് ഇതിനൊരു വാൽവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഷവർ ഏരിയ മാറിയിട്ടാണ് ഇങ്ങനെ നല്ലൊരു ഷവർ ഏരിയ കൊടുത്തിട്ടുണ്ട്. മേലെ റെയിൻ ഷവറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈവേർട്ടർ വന്നിരിക്കുന്നത് ജാങ്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇവിടെയായിട്ട് സോപ്പ് ട്രേയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ടൈൽ പാറ്റേൺ ആണ്. അതായത് ഇത് മാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഗ്ലോസിയാണ്. അപ്പോൾ നല്ല രീതിയിൽ ടൈൽ വർക്കും ചെയ്തിട്ടുണ്ട്. മേലെ എടുത്ത് പറയേണ്ടതാണ് സീലിംഗ് വർക്ക്. ഒരു വുഡിൻ്റെ ടെക്സ്ചറിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് മേലെ എന്നാണ് പറഞ്ഞത്. അപ്പം നല്ല ഭംഗിയുള്ളതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. താഴെ ഇതിന് 2 ബെഡ്റൂമാണുള്ളത്. ഇതിൻ്റെ നീളം ഏകദേശം ഒരു 12 അടി നീളവും 11 അടി വീതിയുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഹെഡ് പൊസിഷൻ കൊടുക്കാം. സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ് സ്വിച്ചൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ജനൽ വന്നിട്ടുണ്ട്. 2 പാളി ജനലാണോ എന്നുള്ളത്. ഇവിടെയായിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കബോർഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ, LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും റെയിൻ ഷവറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടൈൽ പാറ്റേൺ ഫുള്ള് വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. താഴെ മാത്രമാണ് മാറ്റ് വന്നുള്ളത്. നല്ലൊരു ഡോറിൻ്റെ പാറ്റേണും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ അപ്സ്റ്റെയറിലേക്ക് പോവാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വരുന്നത്. വിത്ത് ടഫൻഡ് ഗ്ലാസ് ആണ്. ഗ്ലാസ് ചെയ്തിട്ടില്ല, അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ മേലേക്ക് കയറുകയാണ്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് പെർഗോളാസ് ആണ്. അത് വന്നിരിക്കുന്നത് വെസ്റ്റ് സൈഡിലാണ്. മേലെ LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫാൻസി ലൈറ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. നല്ല വലിപ്പമുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വലിയൊരു സോഫ സെറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. ഫ്രണ്ടിൽ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കും ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇത് സൗത്ത് സൈഡാണ്, ഇത് വെസ്റ്റ് സൈഡാണ്. AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഹെഡ് പൊസിഷൻ വരുന്നത് സൗത്തിലേക്കാണ്. ഇനി ഇവിടെയായിട്ടാണ് വാർഡ്രോബ്സ് കൊടുത്തിട്ടുള്ളത്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ അടക്കം ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. നല്ലൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇനി മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ഇവിടെയായിട്ട്
ഷവർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെയായിട്ട് ജാഗോവിൻ്റെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടൈൽ പാറ്റേണും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. താഴെ നമ്മൾ 2 ബെഡ്റൂം കണ്ടു, മേലത്തെ 3ാമത്തെ ബെഡ്റൂമും കണ്ടു. ഇനി നമ്മൾ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും കിട്ടിയുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ബെഡ് സ്വിച്ചൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെഡ് പൊസിഷൻ നമുക്ക് ഈസ്റ്റിലേക്ക് വെക്കാവുന്നതാണ്. AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഫാൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്, LED ലൈറ്റിൽ വരുന്നുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി നീളവും 11 അടി വീതിയാണ്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ളൊരു എൻട്രൻസും വരുന്നത്. ഇങ്ങനെ നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി ഇട്ടിട്ടുണ്ട്. 2 ഫോമിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കവേർഡായിട്ടും പിന്നെ ഒന്ന് ഓപ്പൺ ആയിട്ടുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ആയിട്ട് വരുന്നിടത്ത് ഒരു മാറ്റ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 4x2 മാറ്റ് ടൈൽ കൊടുത്തിട്ടുണ്ട്. കവേർഡ് ബാൽക്കണിയിൽ വരുന്നത് ഗ്ലോസി ഡിസൈനിലുള്ള ടൈലാണ്. സെയിം അകത്ത് വിരിച്ചിരിക്കുന്ന ടൈൽ പാറ്റേൺ തന്നെയാണ്. ഇതിന് മറ്റൊരു എൻട്രൻസും കൂടി ഉണ്ട്. അതായത് അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ക്വയർ ട്യൂബിൻ്റെ വർക്കുകളാണ്. നല്ല രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നതാണ് ഈ ബാൽക്കണിയിൽ. അപ്പം മനോഹരമായിട്ടൊരു ബാൽക്കണി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇതിൻ്റെ ബാത്റൂം നമ്മൾ കണ്ടില്ല. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതും ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു മിറർ വരാനുണ്ട്. ഇനി സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നിട്ടുള്ളത്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവറും കൊടുത്തിട്ടുണ്ട്, സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരു കളർ പാറ്റേൺ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും വന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. നല്ല വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കോൺക്രീറ്റ് ചെയ്ത് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, റൂഫ് ചെയ്തേക്കുന്നതല്ല. നല്ല സ്പേഷ്യസ് ആണ്. വേണമെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്, വാട്ടർ പോയിന്റ് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്. വേണമെങ്കിൽ ഒരു അയൺ ടേബിളും മറ്റുമൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേബിൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സൈഡ് വശങ്ങളെല്ലാം സ്ക്വയർ ട്യൂബിലാണ് മറിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ഒരു തിയേറ്റർ റൂമൊക്കെ ആക്കി എടുക്കാനായിട്ടുള്ള സ്പേസ് ഇവിടെയുണ്ട്. ഇനി ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണിത്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ്. ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിലേക്ക് കയറാനുള്ള ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് റൂഫ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ കാണുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വില്ല വന്നിട്ടുള്ളത്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വില്ലയുടെ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വില്ലയുടെ എല്ലാ കാഴ്ചയും കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്കാണ് പോകുന്നത്. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന വലിയൊരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. അതിനകത്ത് 5 സെൻറ്റ് ലാൻഡിൽ 2467 സ്ക്വയർ ഫീറ്റിൻ്റെ 5 BHK ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ശരിക്കും 6 ബെഡ്റൂമുകൾ തന്നെയായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം വലിപ്പമുള്ള യൂട്ടിലിറ്റി ഏരിയയാണ്. അതും കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂം പോലെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 93 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഒരു വില്ലയുടെ അകത്തായതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.